Hi everyone, welcome back to the Glow Book. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന പ്രോഡക്ട്സ് ആർ ഗോയിങ് ടു ബി ഇൻ ദി അഫോർഡബിൾ കാറ്റഗറി. വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇന്ന് ഫൗണ്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. വി ആർ ഗോണ ഗോ ഫോർ ലൈക്ക് എ വെരി ഷ്യൂർ കവറേജ് ആൻഡ് എ വെരി സിമ്പിൾ മേക്കപ്പ്. ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു മേക്കപ്പാണ് നമ്മളപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ പേൾ ഇല്യൂമിനേറ്റർ ബേസിന് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഒരു ഓവറോൾ ഒരു ഗ്ലോ വരുന്നത് പോലെ തോന്നാറുണ്ട് എനിക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ. അതിങ്ങനെ ചീക്സിലും മൂക്കുമ്മയും ചിന്നിലും ഫോർഹെഡിലും ഒന്ന് ഇച്ചിരി അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ സ്കിൻ പ്രെപ്പ് ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. സ്കിൻ പ്രെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലൈക്ക് മേക്കപ്പ് എങ്ങനെ സ്കിന്നിൽ ഇരിക്കുന്നു എന്നുള്ളത് സ്കിൻ പ്രെപ്പ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ സ്കിൻ പ്രെപ്പ് നന്നായിട്ട് ചെയ്യുക. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഷൈനി പേൾ വാട്ടർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു BB ഫൗണ്ടേഷനാണ്. കുറേ സ്വിസ് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ടാവട്ടെ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ. അതിൻ്റെ ഷെയ്ഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിങ്ങനെ മുഖത്ത് ഡോട്ട് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. ഇതൊരു മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും കൂടിയുള്ള മിക്സ് പോലെയാണ്. അത് കാരണം നിങ്ങൾക്ക് ഇനി ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ലൈക്ക് ഒരു ഷിയർ കവറേജ് തരുകയും ചെയ്യും, പക്ഷേ നമ്മുടെ സ്കിന്നിൽ ഹെവി അല്ല. ഫുൾ ഡേ ഒക്കെ ഇടണമെങ്കിലും ഇറ്റ്സ് വെരി അപ്രോപ്രിയേറ്റ്. ഇറ്റ് വിൽ നോട്ട് എന്താ പറയുക, കേക്കി അല്ല, ഭയങ്കര ബ്രീതബിൾ ഡ്യൂയി ഫിനിഷാണ് കിട്ടുന്നത്. ഇനി ഞാൻ കണ്ണിൻ്റെ അടിയിൽ മാത്രം കുറച്ച് കൺസീലർ ഇടും. അത് ഇടണ്ട, കുറച്ച് ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും മാത്രം ഇടാം. നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഇന്ന് ഐം യൂസിങ് എ ബ്യൂട്ടി ബ്ലെൻഡർ. യു ഡോണ്ട് ഹാവ് ടു യൂസ് വൺ. ഞാൻ മോസ്റ്റ്ലി കൈ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാറ്. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ അടിയിൽ. നിങ്ങൾക്ക് കുരുവിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. മൈ സ്കിൻ ഹാസ് റീസെൻ്റ്ലി ബീൻ ഗോയിങ് ത്രൂ ഒരു സം ബ്രേക്ക് ഔട്ട് ബിക്കോസ് ഈ വെതർ എനിക്ക് ചൂടുള്ള ക്ലൈമറ്റ് വരുമ്പോഴത്തേക്കും, പക്ഷേ അറൗണ്ട് ദിസ് ടൈം എവിടെന്നാണെന്ന് എനിക്കറിയില്ല, ഐ ജസ്റ്റ് ഗെറ്റ് ആക്നെ. അപ്പോൾ അതൊന്ന് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്ലൂ ഹെവൻ്റെ ട്രൂ ബ്രോ ഐബ്രോ ഡിഫൈനറാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഭയങ്കര ഹെവി ആയിട്ട് ഫില്ല് ചെയ്യുന്നില്ല. ലൈറ്റ് സ്ട്രോക്സ് വെച്ചിട്ട് ത്രൂ ഔട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പൂളി ബ്രഷ് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്തും കൂടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര പ്രസ് ചെയ്ത് എഴുതരുത്. അങ്ങനെ എഴുതുമ്പോഴാണ് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരുന്നത്. അത് എഴുതാതിരിക്കാൻ നോക്കുക. ഇങ്ങനെ ലൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫ്രണ്ട് പാർട്ട് അപ്വേർഡാണ് ഞാൻ എപ്പോഴും ബ്രഷ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ ഔട്ട്വേർഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡൺ. സിമ്പിളായിട്ടുള്ള ഐ ലുക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗറിൻ്റെ ബ്ലെൻഡ് റൂൾസ് ഐ ഷാഡോ പാലറ്റ് നമ്പർ 2 വാരിയറാണ് ഉപയോഗിക്കുന്നത്. അതിൽ മീഡിയം ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ജസ്റ്റ് കണ്ണിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ത്രൂ ഔട്ട് യുവർ ഐലിഡ് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കണ്ണ് എഴുതാം. കണ്ണ് ഞാൻ ഇന്ന് അടിയിൽ മാത്രമേ എഴുതുന്നുള്ളൂ, മുകളിൽ എഴുതുന്നില്ല. ഫോർ ദാറ്റ് ഐം ഗോണ ബി യൂസിങ് ദ മേബ്ലിൻ ന്യൂയോർക്ക് ജെൽ ഐലൈനർ. അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷും വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഗോണ ബി അപ്ലൈയിങ് ദാറ്റ്. ഇങ്ങനെ വെച്ചിട്ട് വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് വാട്ടർ ലൈൻ ഈ കണ്ണിൽ. ഇനി ടൈറ്റ് ലൈനും കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ അപ്പർ വാട്ടർ ലൈൻ എഴുതി കൊടുക്കുക. ഇനി ഈ കണ്ണും നമുക്ക് അതുപോലെ ചെയ്യാം. എനിക്ക് ഭയങ്കര പാടാണ് കണ്ണിൻ്റെ അടിയിൽ ഉള്ളിലിട്ടില്ല. ഇനി നമുക്ക് ഐലൈനർ വെച്ചിട്ട് തന്നെ വാട്ടർ ലൈൻ ഒന്നും കൂടി ഡാർക്കാക്കി കൊടുക്കാം. കണ്ണിൻ്റെ അടിയിൽ എഴുതുന്നത് ഭയങ്കര കുറവാണ്. ചെറിയൊരു വാല്യൂ ഇട്ട് കൊടുക്കാം. ഈ കണ്ണും അതുപോലെ തന്നെ എഴുതി കൊടുക്കുക.
അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നത് മേബ്ലിൻ്റെ ഐലൈനർ തന്നെയാണ്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി മസ്കാരയും കൂടി ഇട്ട് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ ഐ മേക്കപ്പ് ഇസ് ഡൺ. ഞാനൊരു മിനിസോന്ന് വാങ്ങിച്ച മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മസ്കാര എപ്പോഴേ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം വെച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഡക്റ്റ് വരുന്ന പോലെ തോന്നും നിങ്ങൾ ഇങ്ങനെ ഇടുന്നേക്കാളും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ബ്രഷ് കൊടുക്കുക. എന്താ കുറച്ചും കൂടി ഒരു ലുക്സ് തിക്കർ. ഇനി നമുക്ക് ഇച്ചിരി ബ്ലഷ് ഇടാം. ബ്ലഷിനായിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ സിൽക്ക് സാറ്റിൻ ടിൻറ്റാണ് ഉപയോഗിക്കുന്നത്. സൺസെറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഷെയ്ഡ്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, പക്ഷേ പേഴ്സണലി ലൈക്ക് ദിസ് എ ലോട്ട്. കൊടുക്കുക, ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ എൻ്റെ ഒരു കൺസെപ്റ്റ് ബ്ലഷ് കൂടി പഴം കുറവായിരുന്നു. താടിയിലും ഒരു ഇച്ചിരി ഇടാം. ഓക്കെ, നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഞാൻ സാരി ഇടാൻ പോകുന്നത് ഒരു ഗ്രീൻ കളർ സെറ്റ് സാരിയാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ എ ബ്രൈറ്റ് ലിപ്പ് അല്ലേ. അപ്പോൾ ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഫ്രൂട്ട് പഞ്ച് എന്ന് പറഞ്ഞ ലിപ്പ് ലൈനറാണ് ഉപയോഗിക്കുന്നത്. ലൈൻ ചെയ്യുക. (316) ഡിവോട്ടഡ് ടു ചില്ലി എന്ന് പറഞ്ഞ മാക്കിൻ്റെ ഒരു ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ മേക്കപ്പ് ഇസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. ഇനി നിങ്ങൾക്ക് ഹൈലൈറ്റർ വേണമെങ്കിൽ ഇടാം, പക്ഷേ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ഇനഫ്. പക്ഷേ സോ യാ ഓൾമോസ്റ്റ് ഡൺ. ഇനി ഞാൻ സാരി എടുത്തിട്ട് വരാം. ഐ വിൽ കം ബാക്ക് ഓൺ സം ഫുള്ളി റെഡി ഗൈസ്. അപ്പോൾ ദിസ് ഇസ് എ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ ഞാനൊരു മർമെയ്ഡ് സ്റ്റൈൽ ഡ്രീപ്പാണ് ചെയ്തിട്ടുള്ളത്, ഒരു ടിഷ്യൂ സെറ്റ് സാരിയിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഐ ബി പോസ്റ്റിംഗ് വെരി സൂൺ, സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായോ എന്ന് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. യുവർ ഫീഡ്ബാക്ക് ഇസ് സോ വാല്യൂബിൾ ടു മീ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കാണാൻ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇഫ് യു ക്യാൻ ലെറ്റ് മീ നോ, ഐ ക്യാൻ മേക്ക് യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ let me know what you think. Don't forget to like, comment and subscribe to my channel for more beauty and fashion videos. Instagram ഞാൻ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്, so you can check it. I've put it in the description box below. അപ്പോൾ again happy wish. See you. Bye bye.